പ്രധാനമന്ത്രി അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ എത്തി. ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കും. മുഖ്യ യജമാനൻ എന്ന നിലയിലാണ് പ്രധാനമന്ത്രി ക്ഷേത്രത്തിലുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. 12:29-നും 12:31-നും ഇടയിലുള്ള സമയത്താണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. പ്രധാനമന്ത്രി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. माननीय प्रधानमंत्री जी पूर्वी द्वार से पैदल भगवान का एक छत्र लेकर ऊपर चढ़ रहे हैं। वो सीधे गर्भगृह में प्रवेश सिंह द्वार से प्रवेश हो गया। नृत्य मंडप में प्रवेश कर गए। रंग मंडप में നരേന്ദ്രമോദി ആ ക്ഷേത്രം വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. പ്രാണപ്രതിഷ്ഠ നടക്കുന്ന വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. 50 വാദ്യകലാകാരന്മാർ പങ്കെടുക്കുന്ന മംഗളവാദ്യമാണ് നമ്മൾ കേട്ടത്. അതിൽ വടക്കേ ഇന്ത്യയുടെ, തെക്കേ ഇന്ത്യയുടെയും, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെയും, പടിഞ്ഞാറ് ഇന്ത്യയുടെയും ഒക്കെ വാദ്യോപകരണങ്ങളുണ്ട്. തെക്കേ ഇന്ത്യയിൽ നിന്ന് നാദസ്വരം നമ്മൾ അതിൻ്റെ കൂടെ കേട്ടു. മറ്റ് തബല, മൃദംഗം, ഗഞ്ചിറ, ഘടം, ചെണ്ട, മൃദംഗം, അങ്ങനെ വിവിധ വാദ്യോപകരണങ്ങൾ ഒരേ സമയം മുഴക്കുകയാണ്. താളവാദ്യം, അതായത് സുഷിരവാദ്യവും ഈ തന്ത്രി വീട്ടുന്ന വാദ്യങ്ങളും എല്ലാം ചേർന്നുള്ള മംഗളവാദ്യം 50 കലാകാരന്മാരിലധികം അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ വാദ്യോപകരണങ്ങൾ ആകെ പ്രതിദാനം ചെയ്യുന്നത് ഒരു ഇന്ത്യയെ മുഴുവനാണ്. അങ്ങനെ ഇന്ത്യയിലെ മുഴുവൻ കലാ സാംസ്കാരിക വൈവിധ്യത്തെ വെളിവാക്കുന്നതിനും അതിനെ പരിഗണിക്കുന്നതിനും വേണ്ടിയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇത്രയും കലാകാരന്മാരെ അണിനിരത്തി ഈ മംഗളവാദ്യം ഈ ചടങ്ങിന് തുടക്കം കുറിക്കുന്ന, ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിന് തുടക്കം കുറിക്കുമ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി യജമാനനായി, ഈ ഒരു യജ്ഞമാണ്, പ്രതിഷ്ഠ എന്നത് ഒരു യജ്ഞത്തിന് തുല്യമാണ്. ആ യജ്ഞത്തിൽ പ്രധാനമന്ത്രി മുഖ്യ കാർമ്മികനായി, യജമാനനായി നിൽക്കുകയാണ്. അദ്ദേഹം വൈദിക വിധിപ്രകാരം ചടങ്ങുകൾ നടത്താൻ തുടങ്ങാൻ അനുവാദം നൽകി കഴിഞ്ഞു. മുഖ്യ പുരോഹിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിതിന്, മുഖ്യ പുരോഹിതന് അദ്ദേഹം അനുജ്ഞ നൽകി കഴിഞ്ഞു. ഇനി പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കടക്കുകയാണ്.